തങ്കപ്പന് ഒരു ഉരുൾ നേർച്ച, തങ്കി അപ്പന് ഒരു ഉരുൾ നേർച്ച. ഈ ദേവാലയം ലോക പ്രശസ്തി നേടുവാൻ തുടങ്ങിയത് 1936 കർത്താവിന്റെ അത്ഭുത തിരുസ്വരൂപം ഇവിടെ പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ്. അക്കാലത്ത് തിരുവിതാംകൂർ ദാരിദ്ര്യത്തിലും വറുതിയിലും കഴിയുകയായിരുന്നു. ജനങ്ങളുടെ ഇടയിലെ ഭിന്നിപ്പും ഉച്ചനീചത്വങ്ങളും അകറ്റാൻ, കർത്താവിന്റെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുവാനും അതിനായി ഒരു പീഡിത രൂപം വാങ്ങുവാനും അന്നത്തെ വികാരിയായിരുന്ന ഭാഗ്യസ്മരണാർഹനായ ഫാദർ ജോർജ് കരോട്ട് ആഹ്വാനം ചെയ്തു. നന്നേ പട്ടിണി അനുഭവിച്ചിരുന്ന നാട്ടുകാർ പട്ടിണി കിടന്ന് മിച്ചം വെച്ച അരി പിടിയരിയായി കൂട്ടി. സ്ത്രീകളാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഒരു വർഷം കൊണ്ട് ശേഖരിച്ച അരി വിറ്റ് കിട്ടിയ പണം കൊണ്ടാണ് ഈ തിരുസ്വരൂപം വാങ്ങിയത്. ഒത്തിരി ത്യാഗം സഹിച്ച് വാങ്ങിയതുകൊണ്ടാകാം ഈ തിരുസ്വരൂപം വന്ന നാൾ മുതൽ ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് അനവധിയായ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ത്യാഗപൂർണമായ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകിയത് സ്ത്രീകളായതുകൊണ്ടാവാം ഈ തിരുസ്വരൂപത്തിന്റെ മുടി സ്ത്രീകളുടേതുപോലെ വളർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തുന്നവരുടെ വിശ്വാസവും വളരുന്നു. 36കളിലെ സ്ത്രീകളുടെ കൂട്ടായ്മ ഇന്ന് പുതുതലമുറയിൽ ഇവിടെ കാണാവുന്നതാണ്. ഈ രൂപം നിർമ്മിച്ചത് എവിടെയാണെന്നതിന് വ്യക്തമായ അറിവുകൾ ലഭ്യമല്ല. ഇടക്കൊച്ചി സെയിന്റ് ലോറൻസ് ദേവാലയത്തിൽ വെച്ച് ദൈവദാസൻ മോൺസിഞ്ഞോർ ലോറൻസ് പുളിയനത്ത് ഈ രൂപം വെഞ്ചരിച്ചതിന് ശേഷം തിരുമുഖത്തെ ചൈതന്യം കണ്ടിട്ട് ഈ രൂപം തങ്കിയെ തങ്കമാക്കുമെന്ന് പ്രവചിച്ചിരുന്നു. അക്ഷരാർത്ഥത്തിൽ ലോറൻസ് അച്ഛന്റെ പ്രവചനം പൂർത്തിയായി കഴിഞ്ഞു. രൂപവും വഹിച്ച് കെട്ടുവള്ളം തങ്കിയിലേക്കുള്ള യാത്രാമധ്യേ കൈതപ്പുഴ കായലിലെ തിരുവിതാംകൂർ കൊച്ചി അതിർത്തിയിൽ ബ്രിട്ടീഷുകാർ നികുതി ചോദിച്ചുകൊണ്ട് വഞ്ചി തടഞ്ഞിട്ടു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുകയും അവരുടെ ഷെഡ് നിലംപൊത്തുകയും ഉദ്യോഗസ്ഥന്മാർ ഭയന്നോടുകയും ചെയ്തുവെന്നുമാണ് ചരിത്രം പറയുന്നത്. വഞ്ചി താനെ തെക്കോട്ട് നീങ്ങുകയും തങ്കിപ്പള്ളിയുടെ സമീപത്ത് അടുക്കുകയും ചെയ്തു. തുടർന്ന് പള്ളിയിൽ കൂട്ടമണി മുഴങ്ങുകയും ഓടിക്കൂടിയ ജനങ്ങൾ തിരുസ്വരൂപം ദർശിച്ച് പ്രാർത്ഥന തുടങ്ങുകയും ചെയ്തു. ഈ സമയം പള്ളിമുറ്റത്ത് തന്നെ ചില ആളുകൾ നേർച്ചക്കഞ്ഞി വെച്ച് നൽകി. ഇത് കഴിച്ച പലർക്കും രോഗശാന്തി ലഭിച്ചതായി പറയപ്പെടുന്നു. അതിന്റെ ഓർമ്മയ്ക്കായാണ് ഇവിടെ നേർച്ചക്കഞ്ഞി വിതരണം നടക്കുന്നത്. കഞ്ഞിയായല്ല, ദിവ്യ ഔഷധമായാണ് വിശ്വാസികൾ ഇതിനെ കണക്കാക്കുന്നത്. പൂർവികരുടെ ത്യാഗസമർപ്പണം സ്മരിച്ചുകൊണ്ട് ഇവിടെ വരുന്ന വിശ്വാസികൾ അവരുടെ ജീവിത പ്രശ്നങ്ങൾ പിടിയേരി സമർപ്പണമായി ഇവിടെ കർത്താവിന് അർപ്പിക്കുന്നു. തൊട്ടടുത്ത പിടിയേരി സ്റ്റാളിൽ നിന്ന് നിങ്ങൾക്ക് പിടിയേരി ലഭിക്കുന്നതാണ്. ദിവ്യരക്ഷകന്റെ അത്ഭുത സാന്നിധ്യം നിറയുന്ന ഈ ആലയത്തിലെത്തുന്ന നിങ്ങൾക്കേവർക്കും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം ചേർത്തലയിലുള്ള ഒരു തങ്കിപ്പള്ളി എന്നറിയപ്പെടുന്ന ഒരു പള്ളിയിൽ വിസിറ്റ് ചെയ്യാനായിട്ട് ഞാനൊന്ന് പോയിരുന്നു. പ്രിയമുള്ളവർ, ഞങ്ങൾ ആ പള്ളിയിൽ ചെല്ലുമ്പോൾ ഒരു 6-7 വലിയ ബസ്സുകൾ നിറയെ ആളുകൾ ഈ വിഗ്രഹത്തെ കാണാൻ, അല്ലെങ്കിൽ സഭയുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ മുടി വളരുന്ന അത്ഭുത തിരുസ്വരൂപത്തെ തൊട്ട് വന്നിച്ച് അതിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കാൻ അനേക ആളുകൾ ഓരോ ഇടവകളിൽ നിന്നും ബസ് വിളിച്ച് അവിടെ വന്നിരിക്കുന്ന ഒരവസ്ഥ. ഞാനിവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത്, ഈ ഒരു വിശുദ്ധ വാരം അല്ലെങ്കിൽ ഈ നൊയമ്പ് കാലം മുഴുവൻ ഈ 50 ദിവസവും 5-6 വണ്ടികൾ അവസാന ദിവസങ്ങളാകുമ്പോൾ അത് അതിലും കൂടുതലാവുകയും വലിയ ഒരു ജനാവലി തന്നെ അവിടേക്ക് ഒഴുകി വരുന്ന കാഴ്ചയാണെന്നാണ് അവിടെയുള്ളവർ പറയാനിടയായത്. ഞാൻ ചിന്തിച്ചത് ഇതായിരുന്നു, അപ്പസ്തോലന്മാർ പ്രഘോഷിച്ച സുവിശേഷത്തിൽ നിന്നും നമ്മുടെ സഭ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എത്രത്തോളം മാറിപ്പോയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ അവനവനായിരിക്കുന്ന ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ ശരീരരക്തങ്ങളെ കാണാൻ സാധിക്കാതെ ലോകം മുഴുവനുമുള്ള വിഗ്രഹങ്ങളിൽ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് അത്ഭുതങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു ജനത്തെയാണ് ഞാൻ ആ ദേവാലയത്തിൻ്റെ അകത്ത് കാണാനിടയായത്. കൃപയുടെ സുവിശേഷത്തെ പൂർണ്ണമായി തട്ടിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾ
ചെയ്യുന്ന പ്രവർത്തികളാലല്ല, നേർച്ച കാഴ്ചകളാലല്ല, വ്യർത്ഥമായ ആചാര രീതികളിലല്ല നിങ്ങൾ രക്ഷ പ്രാപിക്കുന്നത്. ക്രിസ്തുവേശുവിന്റെ ക്രൂശിനാലാണ് നിങ്ങൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നത് എന്ന് പഠിപ്പിച്ച അപ്പസ്തോലന്മാർ ഈ കാഴ്ച കണ്ടാൽ എങ്ങനെ സഹിക്കും എന്നുള്ളതായിരുന്നു ഞാൻ ആ ദേവാലയത്തിൽ ഇരുന്നപ്പോൾ ചിന്തിക്കാനിടയായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പ്രിയമുള്ളവരെ, റോമാലേഖനം അതിൻ്റെ 1-ാം അധ്യായം 23-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: അവൻ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷിയുടെയോ മൃഗത്തിൻ്റെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അവിടെ വരുന്ന ജനലക്ഷങ്ങൾ ആ മുടി വളരുന്ന ആ രൂപത്തെ അല്ലെങ്കിൽ ആ വിഗ്രഹത്തെ തൊട്ടു വന്നിച്ച് അതിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കാൻ അവർ ഓടി വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, വിശുദ്ധ വേദപുസ്തകം പറയുന്ന കൃത്യമായ കാര്യം, അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെ വിഗ്രഹത്തിന് കൈമാറിയ ഒരു ജനതയാണ് അവിടെയുള്ള എല്ലാവരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ കുറച്ചു നേരം ആ ദേവാലയത്തിൻ്റെ അകത്ത് കഴിച്ചുകൂട്ടി. അപ്പോൾ കണ്ട കാഴ്ച ഇതാണ്: ഓരോ വ്യക്തികളും കുറച്ച് നേർച്ച വസ്തുക്കളുമായി വന്ന് ക്യൂ നിന്ന്, വലിയ ക്യൂ തന്നെയുണ്ട്, ഈ ക്യൂ നിന്ന് വന്ന് ആ വിഗ്രഹത്തിൻ്റെ അടുത്ത് വരുമ്പോൾ കണ്ണുനീര് വരുന്നു, കരയുന്നു, അതിനെ തൊട്ട് വന്നിക്കുന്നു, അതിൽ നിന്ന് എന്തൊക്കെയോ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നു, അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നു. അതിനുശേഷം ഈ നേർച്ച വസ്തുക്കൾ, പിടിയേരിയാണ്, പിന്നെ എന്തോ എണ്ണകളും സാധനങ്ങളെല്ലാം ഉണ്ട്, ഇതെല്ലാം ഈ വിഗ്രഹത്തെ തൊടിയിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഗ്ലാസ് ഇട്ടതാണ്, ചില്ലിട്ട ഒരു കൂട്ടിലാണ് ഇത് ഇരിക്കുന്നത്. അതിനുശേഷം ആ വിഗ്രഹത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ അത് സമർപ്പിച്ച് അവർ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ്. ഈ ജനത്തെ വഴിതെറ്റിക്കുന്നത് ആരാണ്? ഈ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ ഈ വിഗ്രഹത്തിന്, മനുഷ്യന്റെ രൂപത്തിന് കൈമാറിയത് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുമ്പോൾ എത്രത്തോളം വികലമായി നമ്മുടെ വിശ്വാസം എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. പഴയ നിയമത്തിലെ സങ്കീർത്തന പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങളുടെ ബലി എനിക്ക് എന്തിന്? അതിന്റെ 51-ാം അധ്യായം 16-17 വാക്യം പറയുക, നിങ്ങളുടെ ബലികളും കാഴ്ചകളും എനിക്ക് അലോസരമാണ്, ഞാനത് ആഗ്രഹിക്കുന്നില്ല. കാരണം സൃഷ്ടികളിൽ സകലതും എൻ്റെയാ, നിനക്ക് നിന്റേതെന്ന് പറഞ്ഞ് തരാനൊന്നുമില്ല. കാരണം ഈ ഭൂമിയിൽ കാണുന്ന എന്ത്, അത് പിടിയേരിയാകട്ടെ, നേർച്ച കാഴ്ചകളാകട്ടെ, എന്ത് തന്നെ വസ്തുക്കൾ നീ എനിക്ക് തന്നാലും, കാളക്കിടാങ്ങളെയോ ആടിനുവിനോ എന്ത് തന്നാലും, യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 11 മുതൽ വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നത്, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ളതും ദഹനബലികളും കൊഴുത്ത മൃഗങ്ങളെ കൊണ്ടുള്ള മേധസ്സും എനിക്ക് മതിയായി. കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. എൻ്റെ സന്നിധിയിൽ വരാൻ, എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൽ ഇവ വേണമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഈ കാഴ്ചകൾ കൊണ്ട് ഇങ്ങനെ വരണമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അപ്പൊ ഈ വിഗ്രഹത്തിന് നമ്മൾ സമർപ്പിക്കുന്ന പിടിയേരിയാകട്ടെ, വെറ്റിലയാകട്ടെ, എന്ത് തന്നെ സമർപ്പിച്ചാലും അത് ദൈവത്തിനാണെന്ന് ചിന്തിക്കുന്ന ജനലക്ഷങ്ങളോട് ഞാൻ ചോദിക്കുക, കർത്താവ് വചനം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക, എനിക്കത് അസഹ്യമാണ്. വീണ്ടും പറയും, വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത്. ധൂപം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ്. നിങ്ങളുടെ അമാവാസിയും സാപത്തും സമ്മേളനങ്ങളും നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങളും എനിക്ക് സഹിക്കാനാകുന്നില്ല. സത്യത്തിൽ ദൈവം സങ്കടപ്പെടുകയായിരിക്കും. ഇങ്ങനെ അനീതി നിറഞ്ഞ, ദൈവത്തിന്റെ കൃപയിൽ നിന്നും അകന്നു പോകുന്ന, ദൈവിക നീതിയിൽ നിന്നും അകന്നു പോകുന്ന, മാനസാന്തരമില്ലാത്ത ഈ ജനത്തെ കണ്ടുകൊണ്ട് സ്നാപയോഹനാൻ അന്ന് വിളിച്ചു പറഞ്ഞതുപോലെ, ആണല്യ സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്നും ഓടി അകലുവിൻ എന്ന് പറയാൻ എനിക്ക് സാധിക്കത്തുള്ളൂ. കാരണം ഈ വിഗ്രഹത്തെ പൂജിച്ചുകൊണ്ടല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഈ വിഗ്രഹത്തിന് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് അനുഗ്രഹം പ്രാപിക്കുകയല്ല ചെയ്യേണ്ടത്. വിഗ്രഹത്തിൽ നിന്നും കുഞ്ഞുമക്കളെ നിങ്ങൾ ഓടി അകലുവരെന്ന് പറഞ്ഞ അപ്പസ്തോല പാരമ്പര്യമാണ് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതെങ്കിൽ ഈ വിഗ്രഹങ്ങളെ വലിച്ചെറിയാൻ നമ്മൾ തയ്യാറാകണം. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ നമ്മൾക്ക് എത്ര പേർക്ക് കഴിയും? ഇതിന്റെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചപ്പോൾ അനേക കൗതുകകരമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. സ്ത്രീകളാണ് ഈ വിഗ്രഹം ഉണ്ടാക്കാനായിട്ട് പണം പിരിച്ചത്. കഷ്ടതയും ദുരിതവും ദാരിദ്ര്യവും കഴിഞ്ഞിരുന്ന ജനത്തെ, പണമില്ലാതിരുന്നൊരു ജനത്തെ അവരുടെ പിടിയരി, അതായത് ഒരാഴ്ചയിൽ അവർ അരി മിച്ചം വെച്ച്, അവരുടെ അന്നം മിച്ചം വെച്ച് കൂട്ടി ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തെ വാങ്ങി. സ്ത്രീകൾ അതിനു വേണ്ടി പ്രവർത്തിച്ചതിന് മുടി വളർന്നു. 1 കൊരിന്തോസ് 11-ാം അധ്യായം 14 മുതൽ വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നത്, നീണ്ട മുടി പുരുഷന് അവമാനമാണെന്നും സ്ത്രീക്ക് അത് ഭൂഷണമാണെന്നും പ്രകൃതി തന്നെ പഠിപ്പിക്കുന്നില്ലേ? തലമുടി സ്ത്രീക്ക് ഒരു ആഭരണമായി നൽകപ്പെട്ടിരിക്കുന്നു. അഭിപ്രായ വ്യത്യാസമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കോ ദൈവത്തിന്റെ സഭയ്ക്കോ മേൽ പറഞ്ഞതൊഴികെ മറ്റൊരു സമ്പ്രദായമില്ല. ശിരോവസ്ത്രത്തെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുക, സ്ത്രീക്ക് മുടി ഒരു ആഭരണമായി നൽകപ്പെട്ടിരിക്കുന്നു, പുരുഷന് നീണ്ട മുടി അപമാനമാണ്. യേശുക്രിസ്തുവിനെ അപമാനിക്കാൻ ഒരു രൂപം ഉണ്ടാക്കി വച്ചിരിക്കുന്നു.
അതിൻ്റെ മുടി ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും കുരിശി തറച്ച് അപമാനിക്കാൻ ആ മുടി ഇതാ നീണ്ടു വളരുന്നു. എത്രത്തോളം അപഹാസ്യമാണ്, എത്രത്തോളം അപമാനകരമാണ്. യേശുവിനെ അല്ലേ നിങ്ങൾ ഈ അപമാനിക്കുന്നത്? ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇത് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് വലിയ ബോർഡുകൾ വെച്ച് ആലപ്പുഴയിലേക്ക്, തങ്കിപ്പള്ളിയിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന നേതാക്കന്മാരെ കർത്താവിൻ്റെ ആത്മാവിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുക, യേശു ക്രിസ്തുവിനെ നിങ്ങൾ പരസ്യമായി അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്? എന്തിനീ ക്രൂരത? ഈ പാവം ജനത്തോട് എന്തിനാണ് നമ്മൾ ഈ ക്രൂരത കാണിക്കുന്നത്? ഒന്ന് ചിന്തിച്ചുകൂടെ നമുക്ക്? തങ്കിപ്പള്ളിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയിൽ അവിടുത്തെ വികാരി അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടു. ആ തങ്കിപ്പള്ളിയിലെ ഈ വിഗ്രഹം വിശുദ്ധ വാരത്തിൽ ദുഃഖവെള്ളിയാഴ്ച നഗരി കാണിക്കാനായിട്ട് ഇറക്കുമ്പോൾ ജനലക്ഷങ്ങളുടെ നിലവിളികളും കരച്ചിലുകളും മാത്രമല്ല, ആ തിരുസ്വരൂപത്തെ സ്വീകരിക്കാനായി ആളുകൾ വെറ്റിലകളും മലരുമെല്ലാം ആ പോകുന്ന വഴികളിൽ എറിഞ്ഞ് അതിന് ആദരം കാണിക്കുന്ന വലിയ കാഴ്ചകൾ കാണാമത്രേ. ഇതാ വിഗ്രഹത്തിനുള്ള യഥാർത്ഥ ആരാധന തന്നെയല്ലേ നടക്കുന്നത്? ഈ മുടി വളർന്ന വിഗ്രഹം എന്തോ അത്ഭുതമാണ്, ദൈവത്തിന്റെ മഹത്വം അതിനകത്തുണ്ട്. ഓരോ ദേവാലയങ്ങളിലും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനകളിൽ യേശുവിനെ കാണാൻ സാധിക്കാതെ, യേശുവിനെ നോക്കാൻ സാധിക്കാതെ, സ്വന്തം സഹോദരങ്ങളിൽ ക്രിസ്തുവിനെ കാണാതെ വെറും വിഗ്രഹത്തിൽ, വെറും പ്രതിമയിൽ ക്രിസ്തുവിനെ കാണാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന, അതിനെ വെറ്റില എറിഞ്ഞ് അതിന്റെ മുൻപിൽ കുമ്പിട്ട് കരഞ്ഞ് നിലവിളിച്ച് വൈകാരികമായി അവരുടെ ഇമോഷനെ ഇത്തരം ചൂഷണം ചെയ്യുന്ന ഓരോ വ്യക്തികളും സൂക്ഷിക്കുക. കാരണം കാലം ഇതാ അടുത്തുകൊണ്ടിരിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ചയുടെ തലേ ദിവസം സ്ത്രീകൾ കാത്തിരിക്കും അത്രേ. 5 കന്യകമാർ എണ്ണയൊഴിച്ച് രാത്രി ഈ വിഗ്രഹത്തിന് കാവലിരിക്കും അത്രേ. അത് യഥാർത്ഥ മണവാളൻ വരുന്നത് നോക്കി കാവലിരിക്കുന്നതിന്റെ പ്രതീകമാണ് എന്നാണ് അച്ഛൻ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയമാണ് കീറേണ്ടത്. ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങളുടെ ഹൃദയമാണ് പരിച്ഛേദനമേൽക്കേണ്ടത്. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ നിലവിളികളോടെ എനിക്ക് വേണ്ടി അവൻ ക്രൂശിതനായി എന്ന ചിന്തയിൽ, ആ തിരിച്ചറിവിൽ ക്രിസ്തുവിലേക്ക് തിരിയാനല്ലേ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിച്ചത്, അപ്പസ്തോലന്മാർ പഠിപ്പിച്ചത്, വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിച്ചത് അത് തന്നെയല്ലേ? അതല്ലാതെ മറ്റെന്താണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്? ഈ വിഗ്രഹത്തിന് പൂജിക്കാനും, ഈ വിഗ്രഹത്തിന് വെറ്റിലയെറിയാനും, ഇതിന് കാവൽ നിൽക്കാനും, ഇതിന് നഗരി കാണിക്കാനും ഏത് അപ്പസ്തോലന്മാരാണ് നമ്മളെ പഠിപ്പിച്ചത് എന്ന് ഇന്നത്തെ ക്രിസ്ത്യാനി നമ്മൾ ചിന്തിക്കണം. യഥാർത്ഥ ആരാധനയിൽ നിന്നും നമ്മളെ അകറ്റി ഇങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നേർച്ച കാഴ്ചകളും മാത്രം സമർപ്പിച്ച് ഒരു മാനസാന്തരവുമില്ലാത്ത ഈ നേർച്ച കാഴ്ചകളിലൂടെ എന്തോ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുമെന്ന് ഈ ജനത്തെ വിശ്വസിപ്പിച്ചുകൊണ്ട് വഴി തെറ്റിപ്പിക്കുന്ന നേതാക്കന്മാർ ഇനിയെങ്കിലും കണ്ണു തുറന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക. മറ്റൊരു കൗതുകകരമായ ഒരു കാഴ്ച, ആ വിഗ്രഹത്തിന്റെ നേരെ ഓപ്പോസിറ്റ് മറ്റൊരു വിഗ്രഹം ഇരിക്കുന്നു, ഒരു സ്ത്രീയുടെ. ആ സ്ത്രീയുടെ കയ്യിൽ ഒരു കുഞ്ഞിനെയും കാണാം. ആ കുഞ്ഞിന്റെ താഴെ ഒരു തൊട്ടിലും കാണാൻ സാധിക്കും. അവിടെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ ഈ വിഗ്രഹത്തിന്റെ അടുത്ത് വന്ന് അനുഗ്രഹം പ്രാപിച്ച് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് കഴിയുമ്പോൾ ഒരു മാനസാന്തരമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും അവർക്ക് എന്ത് സംഭവിക്കും? അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കും. അങ്ങനെ ആ കുഞ്ഞുങ്ങളെ ലഭിച്ചതിന്റെ നന്ദി സൂചകമായി ആ കുഞ്ഞുങ്ങളെ ഈ വിഗ്രഹത്തിന് മുൻപിലുള്ള ഈ തൊട്ടിയിൽ കൊണ്ടുവന്ന് കിടത്തി വീണ്ടും ആ വിഗ്രഹത്തിന് സമർപ്പിക്കുന്ന ഒരു സമർപ്പിത കാഴ്ചയായിട്ടാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ് കേൾക്കാൻ ഞാൻ ഇടയായി. ദാഗോന്റെ വിഗ്രഹത്തിന് മുൻപിലും അശേര പ്രതിഷ്ഠയ്ക്ക് മുമ്പിലും ഇത്തരം കുഞ്ഞുങ്ങളെ സമർപ്പിച്ചിരുന്ന ആ പഴയ കാലത്തേക്ക് ഈ ജനത്തെ കൊണ്ടുപോയത് ആരാണ് എന്ന് നമ്മളൊന്ന് സ്വയം ചിന്തിക്കണം. പക്ഷെ അതിൽ കൂടുതൽ എനിക്ക് ചിന്തിക്കാൻ തോന്നിയൊരു കാര്യം, ആ തൊട്ടി ഒരു ചന്ദ്രന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ചന്ദ്രക്കലയുടെ രൂപത്തിലാണ് ആ തൊട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. കുഞ്ഞിനെ കിടത്തുന്ന ആ തൊട്ടി ഉണ്ടാക്കി. കത്തോലിക്ക സഭ വാദിക്കുന്നത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങളിൽ ചന്ദ്രൻ, ഇതിന്റെ യഥാർത്ഥ രൂപമായിരിക്കാം ഒരുപക്ഷെ അവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ എൻ്റെ സംശയം ഇതാണ്, ചന്ദ്രൻ എന്തിനെയാണ് അപ്പോൾ പ്രതിനിധീകരിക്കുന്നത്? അവളുടെ കാലിന്റെ അടിയിലാണ് ചന്ദ്രൻ. കാലിന്റെ അടിയിൽ മറ്റൊരു വസ്തുവിനെ നമുക്ക് കാണാം, സർപ്പത്തെ ചവിട്ടി നിൽക്കുന്ന ഈ പറയുന്ന ഒരു സ്ത്രീ രൂപത്തെ നമുക്ക് കാണാൻ സാധിക്കും. ആ സർപ്പം പിശാചാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പൊ ഈ ചന്ദ്രൻ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഈ ചന്ദ്രന്റെ രൂപത്തിൽ ഈ തൊട്ടി ഉണ്ടാക്കി അതിൽ കൊണ്ടുപോയി ഈ കുഞ്ഞുങ്ങളെ കിടത്തി കഴിയുമ്പോൾ എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ഈ ചന്ദ്രൻ തിന്മയുടെ പ്രതീകമാണെങ്കിൽ ആ തിന്മയുടെ പ്രതീകത്തെ ചവിട്ടി നിൽക്കുന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന യേശുവിൻ്റെ അമ്മ മാതാവെങ്കിൽ ഞാൻ ചോദിക്കുക, അപ്പൊ ആ കുഞ്ഞിനെ ആ ചന്ദ്ര തൊട്ടിയിലേക്ക് അല്ലെങ്കിൽ ചന്ദ്രന്റെ രീതിയിലിരിക്കുന്ന തൊട്ടിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അതിലെന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതെന്റെ സംശയം മാത്രമാണ്. ഇതെന്താണെന്ന് ഞാനായിട്ട് പറയുന്നില്ല,
എൻ്റെ കേൾവിക്കാർ ഒരു തീരുമാനമെടുക്കുക. വെളിപ്പാട് 12 അവിടെ പറയുന്ന സ്ത്രീ മാതാവാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. വ്യക്തമായി നമ്മൾ അതിനെക്കുറിച്ച് ക്ലാസ്സുകൾ ഇട്ടിരിക്കുന്നതാണ്. എന്നാൽ സഭ അത് വാദിക്കുകയും അതിൻ്റെ താഴെ ഇരിക്കുന്ന ചന്ദ്രന്റെ ഉള്ളിലേക്ക് ഇത് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ഈ ജനത്തിനും ഈ കുഞ്ഞുങ്ങൾക്കും സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. തിരിച്ചു പോകുമ്പോൾ ഒരു കൗതുകമുള്ളൊരു കാഴ്ച ഞാൻ കണ്ടു. ആ കാഴ്ച മറ്റൊന്നുമല്ല, തങ്കപ്പന് ഒരു ഉരുൾ നേർച്ച, തങ്കി അപ്പന് ഒരു ഉരുൾ നേർച്ച. ഞാൻ സത്യത്തിൽ ആദ്യം വായിച്ചത് തങ്കപ്പന് ഒരു പിടി മണ്ണെന്നോ ഒരു ഉരുൾ നേർച്ചെന്നോ ഒക്കെയാണ് ഞാൻ വായിച്ചത്. ഞങ്ങൾ വാഹനത്തിലിരിക്കുമ്പോൾ അത് വായിച്ചതാണ്. പക്ഷെ പിന്നീട് നിർത്തി നോക്കിയപ്പോഴാണ് മനസ്സിലായത് തങ്കി അപ്പന് ഒരു ഉരുൾ നേർച്ച. അപ്പം ഇങ്ങനെയുള്ള നേർച്ചകളും ഇത്തരം വികലമായ ആരാധന രീതികളും ആചാരാനുഷ്ഠാനങ്ങളും ഇനിയും തുടരും. ഇതൊരിക്കലും നിൽക്കുന്നില്ല. പക്ഷേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു സമൂഹം മാറ്റിവെക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞ കുറേയധികം വീഡിയോകളിലൂടെ എന്നെ വിമർശിച്ചു കൊണ്ടിരുന്ന, എന്നെ എതിർത്തുകൊണ്ടിരുന്ന അനേക വ്യക്തികൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിക്കാനിടയായി. പലരും കമന്റുകളിലൂടെ അത് രേഖപ്പെടുത്തി. ബ്രദർ, ഈ പറയുന്ന തെളിവുകൾ, നേരത്തെ പറഞ്ഞ വിഗ്രഹാരാധന ഈ സഭയിൽ അധികം കടന്നുകൂടി എന്നുള്ളതിൻ്റെ കൃത്യമായ നേർക്കാഴ്ചകളാണ്. ഇതിനോട് ഞാനും യോജിക്കുന്നു എന്ന തരത്തിലുള്ള പല കമന്റുകളും കാണാനിടയായി. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഒരാത്മാവെങ്കിലും ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് ഇത്തരം വിഗ്രഹങ്ങളിൽ നിന്നും ഓടിയകന്ന് വിഗ്രഹത്തിൽ ക്രിസ്തുവിനെ കാണാതെ ആകാശത്തോട്ട് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ച ആ യേശുവിനെ പോലെ അങ്ങ് ഉന്നതങ്ങളിലേക്ക് നോക്കി ദൈവത്തെ ആരാധിക്കാൻ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ ഒരു സമൂഹത്തെ ദൈവം ഒരുക്കുമെന്ന് വിശ്വാസത്തോടെ, കർത്താവായ യേശു ക്രിസ്തു അതിന് നമ്മെ സഹായിക്കുമെന്ന് ഉറപ്പുള്ള വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടിയാണ് ഇത്തരം വീഡിയോകളിലൂടെ ഞാനൊരു ശ്രമം നടത്തുന്നത്. ആ ശ്രമത്തിന്റെ ഭാഗം നിങ്ങൾ ഓരോരുത്തരുമാണ്. ജീസസ് മിഷനും മെസ്സിയ മിഷനും എല്ലാവരും കർത്താവിനോട് ചേർന്ന് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു സമൂഹമായി കർത്താവ് നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.